ഹലോ എവരിവൺ, വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ. നമ്മുടെ കൊമേഴ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRM. ഓക്കെ, നമുക്കറിയാം നമ്മുടെ JRF അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യുന്നതിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ ഈ ഒരു യൂണിറ്റിനുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിനെ അതിൻ്റെ PYQs അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു നമ്മുടെ PYQs അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടോപ്പിക്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഓക്കെ, ഈ ഒരു യൂണിറ്റിലെ ബാക്കി ഏത് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താലും ഞാൻ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മുടെ PYQ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അതിൽ തന്നെ അതിൻ്റെ ഒരു പ്രയോറിറ്റി ബേസിസിലാണ് ഇതിനെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ആദ്യത്തെ ഈ ഒരു 5 ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, മോട്ടിവേഷൻ തിയറീസ്, ലീഡർഷിപ്പ്, ഓക്കെ അതിൻ്റെ തിയറീസ്, പവർ, സ്റ്റൈല്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ ബിഹേവിയർ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ടോപ്പിക്സ് നമുക്ക് എല്ലാ ടേമിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്സ് എന്നുള്ള ചോദ്യം കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ. ഇതിൽ നിന്നിപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മെട്രിക് സ്ട്രക്ചർ. ഓക്കെ, മെട്രിക് സ്ട്രക്ചറിൻ്റെ ഒരു A to Z കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ, മെട്രിക് സ്ട്രക്ചറിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നോക്കി വെക്കണം. അത് റീസെൻ്റ് ആയിട്ട് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന മോട്ടിവേഷൻ തിയറീസ് അറിയാം നമുക്ക്. മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. ഓക്കെ, നീഡ് ഹൈറാർക്കി തിയറിന്ന് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടേമിലും ഈ മാസ്ലോന്റെ തിയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, മോട്ടിവേഷൻ തിയറീസ് കോമൺലി ചോദിക്കുന്നതാണ്, പക്ഷെ അതിൽ തന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. അത് എല്ലാ ടേമിലും എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ERG തിയറി. ഓക്കെ, ആൾഡർഫറിന്റെ ERG തിയറി, പിന്നെ മെക്കലിന്റെ XNY തിയറി, മെക്കലിന്റെ അച്ചീവ്മെന്റ് തിയറി, പിന്നെ XNY തിയറി. ഓക്കെ, നീഡ് അച്ചീവ്മെന്റ് തിയറി ഉണ്ട്. പിന്നെ 2 ഫാക്ടർ തിയറി, ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും തിയറീസ് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും നോക്കി വെച്ച് പോകണം. അതിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്, പക്ഷെ എന്ത് ചെയ്യാം, എങ്കിലും ഒന്ന് നോക്കി റെഫർ ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെ അടുത്ത ലീഡർഷിപ്പ് തിയറീസ്. ഓക്കെ, ലീഡർഷിപ്പ് തിയറീസിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ലീഡർഷിപ്പ് തിയറി ടെനംബം ആൻഡ് സ്കിമിഡ് ലീഡർഷിപ്പ് കോണ്ടിനം. ഓക്കെ, ടെനംബം ആൻഡ് സ്കിമിഡ് ലീഡർഷിപ്പ് കോണ്ടിനം. ഓക്കെ, നമ്മൾ ഇതിന്റെ PYQs ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പോയി റെഫർ ചെയ്യാം. ഓക്കെ, PYQs ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഓക്കെ, ലീഡർഷിപ്പ് കോണ്ട് ഇതിൽ നമുക്കറിയാം ഇതിലൊരു 7 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പം കൺട്രോളിന്റെയും ഫ്രീഡത്തിന്റെയും. ഓക്കെ, അതായത് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഇപ്പം സബോർഡിനേറ്റ്സിന് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 7 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ടെല്ല്, സെല്ല്, സജസ്റ്റ്, പിന്നെ കൺസൾട്ട്, ജോയിൻ, പിന്നെ ഡെലിഗേറ്റ്, അബ്ഡിക്കേറ്റ്. ഓക്കെ, ഇങ്ങനെ 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടൊരു കോഡ് രൂപത്തിലാണ് TSC. ഓക്കെ,
TSC JDA. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു കോഡായിട്ട് പഠിച്ചു നോക്കുക. ഇതിൻ്റെ ഓർഡർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത്രയും സ്റ്റൈൽസ് ആണുള്ളത്. ഓക്കെ, ഇതിൽ നമ്മുടെ ടെല്ല് മോഡിൽ, ഓക്കെ, ടെല്ല് ലെവലിൽ അതോറിറ്റി, ഓക്കെ, മാനേജേഴ്സിൻ്റെ അതോറിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ്, അതോറിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അബ്ഡിക്കേറ്റിൽ എന്തില്ല, അത്ര കണ്ട് അതോറിറ്റി ഇല്ല. ഏറ്റവും ലോവർ ആയിട്ട് അതോറിറ്റി ഉള്ള ഒരു ലെവലാണ് ഇത് അബ്ഡിക്കേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി അബ്ഡിക്കേറ്റിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്, ഫ്രീഡം. ഓക്കെ, സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുന്ന ഒരു ലെവലാണ് ഇത് അബ്ഡിക്കേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഫ്രീഡം മേലോട്ട് പോകുമ്പോൾ എന്താണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീഡം ഇവിടെ എന്തായിരിക്കും, ലെസ് ഫ്രീഡം ആയിരിക്കും. ഓക്കെ, ഫ്രീഡം ഇവിടുന്ന് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീഡം എന്താണ്, ടെല്ലിൽ ഏറ്റവും കുറവായിരിക്കും. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കണം. ഇനി വരുന്നതാണ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഇത് നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ HRMലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക് പഠിക്കാനായിട്ട്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവിടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, അതുപോലെ തന്നെ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ഒക്കെ എന്താണ് ഡെഫിനിഷൻസ്, ഓക്കെ, ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി വെച്ച് പോകണം. അതുപോലെ തന്നെ പെർസെപ്ഷനിൽ നിന്ന് പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഓക്കെ, അത് ഒരിക്കൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ ഇവിടെ പവർ, ഓക്കെ, ലീഡർഷിപ്പിൻ്റെ അകത്ത് പവർ എന്നുള്ളതിൽ ആ ഒരു ടൈപ്സ് ഓഫ് പവർ, അല്ലെ, ടൈപ്സ് ഓഫ് പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീഗൽ, അല്ലെ, അതുപോലെ തന്നെ ലീഗൽ പവർ, അങ്ങനെയുള്ള ഒരു ടൈപ്സ് ഓഫ് പവർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പവറിൻ്റെ ടൈപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ട് പോകണം. അതും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ടോപ്പിക്കാണ്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്, ഓക്കെ, അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെന്റ്, ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെന്റ്, ഇതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റുകൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ ഓർ പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, അതിൽ മെത്തേഡ്സ്, ഓക്കെ, പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ സിസ്റ്റംസ്, കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അത് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ്, ഓക്കെ, ഓഫ്ലൈൻ, ഓക്കെ, ഓൺ ദ ജോബും, ഓഫ്ലൈൻ അല്ല, ഓൺ ദ ജോബും, അതുപോലെ തന്നെ ഓഫ് ദ ജോബും. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, അത് നോക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെന്റിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് സക്സഷൻ പ്ലാനിങ്. ഓക്കെ, സക്സഷൻ പ്ലാനിങ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ മെറ്റീരിയൽ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. പിന്നെ വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇതിൽ ബിസിനസ് എത്തിക്സ് എന്ന്, ഈ ഒരു ബിസിനസ് എത്തിക്സിൻ്റെ തിയറീസ്, ഓക്കെ, തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു തവണയോ 2 തവണയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. കാരണം അതിനി ഇപ്പം PYQs ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ PYQസിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിന്റെ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് കൊമേഴ്സിൽ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരിക്കൽ ചോദിച്ചതാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മസ്റ്റായിട്ട് നോക്കി വെച്ച് പോകാനായിട്ട് നോക്കാം. പിന്നെ വരുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസം. ഓക്കെ, നമ്മൾ PYQs ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ഫോർമേഷൻ, ഇതിൽ ഗ്രൂപ്പ് ഫോർമേഷൻ്റെ ഒക്കെ ഒരു സ്റ്റെപ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിന്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്, ഓക്കെ, ടൈപ്സ് ഉണ്ട്, അത് നോക്കുക. പിന്നെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഡെലിഗേഷൻ, HR പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്,
സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസംബർ 2025 ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെലക്ഷന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, സെലക്ഷന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷണൽ ചേഞ്ച്, ഓക്കെ, പിന്നെ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഓക്കെ, ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകേണ്ടത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്താലും ഈ ഒരു ടോപ്പിക്സ് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.